നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. വരുന്ന 2.5 വർഷക്കാലം ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും വന്നു ചേരുന്ന ഒരു നക്ഷത്രമുണ്ട്. ഇവർക്ക് വരുന്ന 2 വർഷക്കാലം ധനനേട്ടവും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന ദിനങ്ങളുമായിരിക്കും. ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം വിശാഖ നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്ന 2 വർഷക്കാലത്തെ ഫലങ്ങൾ. ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെയാണ് വിശാഖ നക്ഷത്ര ജാതകർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ വലിയൊരു മാറ്റം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുകയാണ്. വ്യാഴമാണ് വിശാഖ നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ. വിശാഖ നാളിൻ്റെ 1 മുതൽ 3 പാദം വരെ തുലാൻ രാശിയിലും അവസാനത്തെ 4-ാം പാദം വൃശ്ചിക രാശിയിലുമാണ്. തുലാൻ രാശിയിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ശുക്രനും വൃശ്ചികൻ രാശിയിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ചൊവ്വയുമാണ്. പ്രസന്നവും വട്ടമുഖത്തോടു കൂടിയവരും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വവും ആജ്ഞാശക്തിയും ബുദ്ധിസാമർഥ്യവും തുലാൻ രാശിയിൽ ജനിച്ച വിശാഖം നാളുകാരുടെ പ്രത്യേകതയാണ്. അടിയുറച്ച ദൈവവിശ്വാസവും കുലീനത്വമുള്ള സ്വഭാവവും ഉദാര മനസ്സും മറ്റുള്ളവരുടെ വിജയത്തെ അംഗീകരിക്കുന്നവരുമാണ് വിശാഖം നാളുകാർ. നേരായ മാർഗത്തിലൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. നല്ല വാഗ്മികകളും വൃത്തിയായും വെടിപ്പായും വസ്ത്രധാരണം ചെയ്യുക, സൗമ്യമായ പെരുമാറ്റം എന്നിവയെല്ലാം വിശാഖ നാളുകാരിൽ പ്രകടമായി കാണുന്ന സ്വഭാവ സവിശേഷതകളാണ്. വൃശ്ചികൻ രാശിയിൽ ജനിച്ചവരിൽ വ്യാഴത്തോടൊപ്പം ചൊവ്വയുടെ സവിശേഷതകൾ കൂടി പ്രകടമാകാറുണ്ട്. ചൊവ്വ അബലനാണെങ്കിൽ ലുബ്ധരും തൻ്റേടികളും മറ്റുള്ളവരുടെ സമ്പത്തിൽ കണ്ണുള്ളവരും ദുരഭിമാനികളും പണം ദുരുപയോഗം ചെയ്യുന്നവരും എടുത്തുചാട്ടക്കാരും സഹനശക്തി ഇല്ലാത്തവനും കുശാഗ്ര ബുദ്ധിയുള്ളവരുമായിരിക്കും. വൃശ്ചികൻ രാശിയിലെ വിശാഖ നാളുകാർ വഴിവിട്ട രീതിയിൽ പണം സമ്പാദിക്കാൻ താൽപ്പര്യമുള്ളവരും ശാരീരികമായും ബുദ്ധിപരമായും ശക്തിയുള്ളവരും തൊഴിൽപരമായി സാമർഥ്യമുള്ളവരുമായിരിക്കും. രക്തജന്യ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, ഉദരരോഗം, മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ, വാതരോഗ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വരാനിരിക്കുന്ന 2 വർഷക്കാലം വിശാഖ നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിത ദുഃഖങ്ങൾക്കും പകരമായി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. ധാരാളം ധനം സമ്പാദിക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. നിങ്ങളുടെ വീട്ടിൽ വിശാഖ നക്ഷത്ര ജാതകരുണ്ടോ എങ്കിൽ ആ ഒരു ഭാഗ്യാനുഭവം നിങ്ങൾക്കും വന്നു ചേരും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് വിശാഖ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ വിശാഖ നക്ഷത്ര ജാതകരുണ്ട് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. വരാനിരിക്കുന്ന 1 വർഷക്കാലം വിശാഖ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചെറിയ ഒരു മാറ്റം വന്നു ചേരുകയും പിന്നീട് വലിയ ഒരു മാറ്റത്തിലേക്ക് ഇവർ എത്തിച്ചേരുകയും ചെയ്യും. അതായത് ആദ്യമൊക്കെ അല്പം കഷ്ടപ്പാടാണെങ്കിലും അത് പിന്നീട് വലിയ രീതിയിൽ വലിയൊരു ഉയർച്ചയിലേക്കുള്ള ഒരു വഴിയാകും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ഒരു ജോലിക്കൊക്കെ ശ്രമം നടത്തുകയാണ് എങ്കിൽ വിശാഖ നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും ആ ജോലി ലഭിക്കുന്ന സമയം തന്നെയാണ്. അതുപോലെ തന്നെ 2026, 2027 കാലഘട്ടത്തിൽ ഇവർക്ക് സ്വന്തമായി വസ്തു വാങ്ങുവാനും വീട് വയ്ക്കുവാനുമൊക്കെയുള്ള യോഗം വന്നു ചേരുന്നു. വിദേശ രാജ്യത്തൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കാലയളവിൽ അത് സാധിക്കുക തന്നെ ചെയ്യും. വിദേശത്ത് PR ഒക്കെ കിട്ടാനൊക്കെ ശ്രമിക്കുന്നവർക്കും അതൊക്കെ നടന്നു കിട്ടുന്ന സമയം തന്നെയാണ്. അങ്ങനെ ഒരുപാട് നേട്ടവും
ഭാഗ്യവും ഒക്കെ വിശാഖം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. വിശ്വസ്യത വിശാഖം നാളുകാരുടെ എടുത്തു പറയാവുന്ന സ്വഭാവ സവിശേഷതയാണ്. പണമിടപാട് സ്ഥാപനങ്ങൾ, ചിട്ടി, ബാങ്ക് മുതലായവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ശോഭിക്കാൻ വിശാഖം നക്ഷത്ര ജാതകർക്ക് കഴിയും. വിശാഖം നാളുകാർ മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നവരായതുകൊണ്ട് എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമാവാറുണ്ട്. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന വിശാഖ നക്ഷത്ര ജാതകർക്ക് സന്താനഭാഗ്യം 2026-2027 കാലഘട്ടത്തിൽ വന്നുചേരും. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും പ്രവർത്തിക്കുന്നവരായിരിക്കും വിശാഖ നക്ഷത്ര ജാതകർ. സൗന്ദര്യാരാധന ഇവരുടെ പ്രത്യേകതയാണ്. മാതൃപിതൃ ഗുണം കുറവായിരിക്കും. വിശാഖം നാളുകാർ ചെറുപ്പം മുതലേ കഠിനാധ്വാനികളും അവനവൻ്റെ കാര്യം കൈകാര്യം ചെയ്യുന്നതിൽ കഴിവുള്ളവരുമായിരിക്കും. കുടുംബത്തിൽ സ്നേഹവും സമാധാനവും നിലനിർത്തുന്നതിൽ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിരിക്കും. കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൈകാര്യം ചെയ്യാൻ നല്ല കഴിവുള്ളവരുമായിരിക്കും വിശാഖ നക്ഷത്ര ജാതകർ. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ തൽപരരും കുടുംബസ്നേഹം ഉള്ളവരും നീതിയുക്തമായി ജീവിക്കുന്നവരും എല്ലാവരെയും ഒരുപോലെ കരുതി പെരുമാറുന്നവരും നല്ല സ്വഭാവശുദ്ധിയുള്ളവരുമായിരിക്കും വിശാഖ നക്ഷത്ര ജാതകർ. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എങ്കിൽ ശരി എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. ഇവരുടെ ഇപ്പോഴത്തെ ഗോചരഫലം: ശനി ജന്മരാശിയുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു, വ്യാഴം ജന്മരാശിയുടെ 8-ാം ഭാവത്തിൽ നിൽക്കുന്നു, ചൊവ്വ ജന്മരാശിയുടെ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു, സൂര്യൻ ജന്മരാശിയുടെ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു, ശുക്രൻ ജന്മരാശിയുടെ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു, ബുധൻ ജന്മരാശിയുടെ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു, ചന്ദ്രൻ ജന്മരാശിയുടെ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയുമാണ് ഈ നക്ഷത്ര ജാതകർ ഇപ്പോൾ കടന്നു പോകുന്നത്. എന്നാൽ വരുന്ന 2 വർഷക്കാലം ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ സമയം തന്നെയായിരിക്കും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇതൊരു പൊതുവായ ഫലമാണ്. നിങ്ങളുടെ ജാതകം, വർഷഫലം ഇവ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. വിശാഖ നാളുകാരികളായ സ്ത്രീകൾ ഒരു ജോലിക്കൊക്കെ ഈ 2026-2027 കാലഘട്ടത്തിൽ ശ്രമം നടത്തുകയാണെങ്കിൽ തീർച്ചയായും അതൊക്കെ ലഭിക്കുന്നതാണ്. വാക്സാമർഥ്യവും പ്രവൃത്തികളും മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചുപറ്റുന്ന വിധത്തിലുമായിരിക്കും ഇവരുടെ പ്രവർത്തനം. എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും നല്ല രീതിയിൽ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഞാനെന്ന ഭാവം ഇവരിൽ കാണാറില്ല. ഭർതൃസ്നേഹവും പാതിവൃത്യത്വവും ഇവരുടെ പ്രത്യേകതയാണ്. വ്രതാനുഷ്ഠാനങ്ങളിലും തീർത്ഥാടനങ്ങളിലും അതിയായ താല്പര്യമുള്ളവരായിരിക്കും വിശാഖ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ. ഏകാന്തത ഇഷ്ടപ്പെടാത്തവരാണ് ഇവരിൽ അധികവും. കാർത്തിക വിശാഖത്തിന് ഭേദനക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാരുടെ ആരംഭദശ വ്യാഴദശയാണ്. തുടർന്ന് ശനി, ബുധൻ, കേതു, ശുക്രൻ, രവി എന്നിങ്ങനെ ദശാകാലങ്ങൾ കടന്നു പോകുന്നു. ഏതായാലും ഒരു വലിയ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് വിശാഖ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി വിശാഖ നക്ഷത്ര ജാതകർക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അത്രയധികം ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കുമാണ് വിശാഖ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി വിശാഖം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകലുന്നു. ജീവിതത്തിൽ ഇനി ഒരുപാട് നേട്ടവും ഭാഗ്യവും ധനപുഷ്ടിയും ഒക്കെ വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ വീട്ടിൽ വിശാഖ നക്ഷത്ര ജാതകരുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ വിശാഖ നക്ഷത്രമാണോ? ആണ് എങ്കിൽ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതൊന്ന് കുറിച്ചേക്കണേ. ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ വലിയ ഭാഗ്യത്തിലേക്ക്, വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.